വിശന്ന് വിശന്ന് രണ്ടാൾക്കും വല്ല ദണ്ണവും പിടിപ്പെടും. നല്ല മക്കളല്ലേ, ഇനി കഴിച്ചു. മമ്മിയെ കൂട്ടിക്കൊണ്ട് വരാതെ ഡാഡിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഡാഡി എന്തൊക്കെയാ വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നത്? ചോക്ലേറ്റ്. അങ്ങനെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ വേണുവിന്റെ പെങ്ങള് നിന്റെ പെണ്ണ്. നമ്മുടെ ഉദ്ദേശം അങ്ങനെ അമ്മയ്ക്കും മോക്ക് മനസ്സിലായ തീർന്നു. അതോടെ അവൾ എന്തായാലും തലേണ മന്ത്രം പുറത്തെടുക്കാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. മനുഷ്യ, നമ്മുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയാൽ പോന്ന പോക്ക് കണ്ടില്ലേ? ഒരു ദിവസം എല്ലാരും അറിയും ഞാൻ എത്രമാത്രം നിരപരാധിയായിരുന്നു എന്ന്. മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് എല്ലാം മഞ്ഞ നിറത്തിലേ കാണാൻ പറ്റൂ. നിന്റെ പ്രവൃത്തി പോലെ തന്നെയാ നിന്റെ ചിന്തകളും. അതാ ഇങ്ങനെയൊക്കെ തോന്നിയത്. മക്കളെ കാണണമെന്നും അവരെ കൊഞ്ചിക്കണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടാവാതിരിക്കുമോ? ഓ പിന്നെ, മക്കളോട് സ്നേഹം തേൻ പോലെ ഒഴുകുന്നൊരച്ഛൻ. അതുകൊണ്ടാണല്ലോ കൺട്രോളുമാരെയൊക്കെ അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവൻ പിള്ളേരെ കൊണ്ടുപോയതേ സ്നേഹം കൂടിയതുകൊണ്ടൊന്നും അല്ല, പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് മൃദുലക്കെതിരെ പടയണി ഉണ്ടാക്കാനാ. മോളെ, നീ വിഷമിക്കണ്ട. ഇന്നൊരു ദിവസം കുട്ടികൾ അവന്റെ അടുത്ത് നിൽക്കട്ടെ. നാളെ രാവിലെ വേണു മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കും. അതവൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. എന്റെ ഈശ്വര, ഇതെന്തോരു ഇരിപ്പാ. മക്കളെ, പറയുന്നതൊന്ന് കേൾക്ക്. ഇത്തിരി എന്തെങ്കിലും കഴിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ കഴിക്കില്ല. മമ്മിയുടെ വീട്ടിൽ പോവാതെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കില്ല. മോനെ, ഇങ്ങനെ വാശി പിടിക്കാതെ. വന്നേ പിന്നെ ഒരു വസ്തുവും കഴിച്ചതല്ലോ. വിശന്ന് വിശന്ന് രണ്ടാൾക്കും വല്ല ദണ്ണവും പിടിപ്പെടും. നല്ല മക്കളല്ലേ, ഇനി കഴിച്ചു. ഭഗവതി, അന്നത്തിനോടാണോ ദേഷ്യം? ദൈവം നിന്ന കാണിക്കല്ലേ മോനെ. ഈശ്വര, കുട്ടികൾക്ക് കഴിക്കാൻ എടുത്തോണ്ട് വന്നതാ. മുറിയിലെത്തിയതും കാല് തെന്നി. കളവ് പറയേണ്ട ഭാർഗവമേ, കാര്യം എനിക്ക് ഊഹിക്കാം. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലേ? ഇല്ല. ഞാനിവിടെ ഇല്ലാത്തപ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് കരുതി. ഭാർഗവമേ ചെല്ല്, ഞാൻ നോക്കട്ടെ. മക്കളെ, നിങ്ങക്ക് ഡാഡിയോട് പിണക്കാണോ? അതെ, മമ്മിയുടെ അടുത്ത് പോവാൻ വിടാത്ത ഡാഡിയോട് എനിക്കും അനുവിനും വെറുപ്പാ. ഏട്ടൻ പറഞ്ഞ നേരാണോ? മോക്കൻ ഡാഡിയോട് വെറുപ്പാ? മമ്മിയെ ഡാഡി ഒത്തിരി സങ്കടപ്പെടുത്തിയില്ലേ? കരയിച്ചില്ലേ? ഡാഡി ചീത്തയാ. മക്കളെ, ഡാഡിയോട് ഇങ്ങനെ പറയരുത്. ഡാഡി മക്കളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? നിങ്ങൾ രണ്ടാളെയും കാണാതെ ഡാഡി ഒരുപാട് വിഷമിച്ചു. കുറച്ച് ദിവസം നമുക്ക് പഴയ പോലെ കളിച്ചും ചിരിച്ചുകൂടെ കഴിയാം. അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. മക്കൾക്ക് പണ്ടത്തെ പോലെ ഡാഡി ഇഷ്ടപ്പെട്ടൂടെ? ഇല്ല, മമ്മിയെ കൂട്ടിക്കൊണ്ട് വരാതെ ഡാഡിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് മമ്മിയുടെ അടുത്ത് പോണം. ഇപ്പൊ തന്നെ കൊണ്ടാക്കണം. ഇങ്ങനെ വാശി പിടിക്കില്ലേ മക്കളെ. നോക്ക്, ഡാഡി എന്തൊക്കെയാ വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നത്? ചോക്ലേറ്റ്, ഐസ്ക്രീം ഉണ്ട്. കഴിക്കടാ. ഇല്ല, കഴിക്കില്ല. മമ്മി തന്നാലേ ഞങ്ങൾ കഴിക്കൂ. ഡാഡി, എനിക്ക് മമ്മിയെ കാണണം. എനിക്ക് മമ്മിയുടെ അടുത്ത് പോണം. ഡാഡി, ഞങ്ങളെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോണം. ഡാഡി പ്ലീസ്. ഡാഡി, എനിക്ക് മമ്മിയുടെ അടുത്ത് പോണം. എനിക്ക് പോണം.
ആരാ മോളെ ഈ നേരം കെട്ട നേരത്ത്? മക്കളെയും കൊണ്ട് വന്നതാ. മക്കളെ, അയ്യോ എന്റെ ഈശ്വര, നന്ദി. എന്റെ കുട്ടികൾക്ക് ഒരു ആപത്തും കൂടാതെ തിരിച്ചു കിട്ടിയല്ലോ. വാ മക്കളെ. മമ്മീനെ കാണാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ദേ മനുഷ്യ, നമ്മുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയാൽ പോന്ന പോക്ക് കണ്ടില്ലേ? കൺമുന്നിൽ വന്ന് നിന്നാലും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ തോന്നിയോ? 2 വാക്ക് മുഖത്ത് നോക്കി ചോദിക്കാൻ തോന്നിയോ? എവിടെ? ഓ, മീശയും വെച്ച് നടക്കാന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. എന്റെ മക്കളെ മമ്മി എത്ര തീയതിയെന്നറിയോ? നിങ്ങളെവിടെ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല. നിങ്ങളുടെ ഡാഡി എന്താ മക്കളോട് പറഞ്ഞത്? ഡാഡിയോട് മക്കൾക്ക് പിണക്കമാണോന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങളെന്ത് പറഞ്ഞു? അതേന്ന് പറഞ്ഞു. നന്നായി, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. ഡാഡി നമുക്ക് എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നേന്ന് അറിയോ മമ്മിക്ക്? എന്താ? ഐസ്ക്രീം, കളിപ്പാട്ടങ്ങള്. എന്നിട്ടെന്താ നിങ്ങളതൊന്നും കൊണ്ടുവരാത്തെ? ഞങ്ങൾക്ക് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മമ്മിയെ കാണണോന്ന് പറഞ്ഞു ഉറക്കെ കരഞ്ഞു. മക്കളൊന്നും കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് വിശക്കുന്നു. എനിക്കും. പട്ടിണിക്കിട്ട് കൊല്ലാനാണോ വിളിച്ചോണ്ട് പോയത്? നിങ്ങൾ എന്തിനാ പിള്ളേരെ വന്ന് വിളിച്ചപ്പോ കൂടെ പോയത്? ഡാഡി ഞങ്ങളെ ബലമായി പിടിച്ചോണ്ട് പോയതാ. ഉവ്വ് ഉവ്വ്, കള്ളം പറയുന്ന രണ്ടും. എങ്ങനെയാ നന്നാവുക? അവന്റെ അല്ലേ രക്തം. വന്ന് തേനെ പാലെന്നൊക്കെ വിളിച്ചപ്പം ചാടിക്കയറി പോയതാവും. പത്മം, മതി കുട്ടികളെ കുറ്റപ്പെടുത്തിയത്. പോയെങ്കിൽ തന്നെ അതിൽ വലിയ തെറ്റൊന്നുമില്ല. മോളെ, ഇവരെ വിളിച്ചോണ്ടുപോയി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. കുട്ടികളുടെ മുഖം കണ്ടില്ലേ, നല്ല ക്ഷീണമുണ്ട്. വാ. എന്തായാലും സംഗതി ജോറാവും. പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കുന്നു മറ്റും കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അങ്ങനെയായി കാര്യങ്ങള്. അങ്ങനെ വിരലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ വേണുവിന്റെ പെങ്ങള് നിന്റെ പെണ്ണ്, പള്ളിക്കൽ തറവാട്ടിലെ മരുമകള്. മതി മതി, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യ ചേട്ടന്റെ വായിന്ന് കേൾക്കണത്? ഞാൻ പറയൂടാ, ഇനിയും പറയും. ഞാനീ പറയണതേ സന്തോഷം കൊണ്ടാ. നമ്മുടെ പെങ്ങളെ ചതിച്ചവനല്ലേ അവൻ. അവന്റെ നട്ടൊല്ലൊടിക്കാൻ ഇതിൽ പരം വേറെന്താ വേണ്ടേ? ഞാൻ അവളെ ഒന്ന് താലി കെട്ടും വരെയെങ്കിലും ചേട്ടന്റെ വാചകം ഒന്ന് നിർത്ത്. നമ്മുടെ ഉദ്ദേശമെങ്ങാനും അമ്മയ്ക്കും മോക്ക് മനസ്സിലായ തീർന്നു അതോടെ. തീയതി കുറിച്ച സ്ഥിതിക്ക് ഇനി ഒന്നും പേടിക്കാനില്ല. എന്തായാലും നീ ആള് ഭാഗ്യവാനാ. എടാ, അവളൊരു സുന്ദരി കോതയാടാ. ഓ, എന്ത് സുന്ദരി! എനിക്കങ്ങനെ തോന്നിട്ടൊന്നുമില്ല. ഇതാ പറഞ്ഞ് നിനക്കൊരു ബോധവും വെളിച്ചവും ഇല്ലാന്ന്. അവളെ എത്ര പേരാന്നറിയോ നോട്ടോട്ട് വട്ടം കൂടി നടക്കണേ. എന്തായാലും ചേട്ടൻ അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാൻ ചെയ്യാം. അത് പിന്നെ എനിക്കറിയില്ലേ, നീ അത്ര മോശക്കാരനല്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം. പഠിക്കുന്ന സമയത്ത് നിന്റെ എത്ര പെണ്ണ് പ്രശ്ന ഞാൻ ഇടപെട്ട് തീർത്തിട്ടുള്ള. ഞാൻ പോട്ടെ, എനിക്ക് ചെന്നിട്ട് കുറച്ച് തിരക്കുണ്ട്. പൊയ്ക്കോ പൊയ്ക്കോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും മറന്നേക്കരുത് കേട്ടോ. അവള് പെണ്ണ. എല്ലാം തലകുലുക്കി കേട്ട് കഴിഞ്ഞിട്ട് അവസാനം അവളെ കെട്ടിക്കഴിയുമ്പോ കാല് മാറിയേക്കരുത്. അവളെന്തായാലും തലേണ മന്ത്രം പുറത്തെടുക്കാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഞാൻ ചേട്ടൻ്റെ അത്ര മണ്ടനൊന്നും അല്ല. മണ്ടനാണോ മണ്ടിയാണോ എന്നൊക്കെ തീരുമാനിക്കാറായിട്ടില്ല. എന്തായാലും കല്യാണം ഒന്ന് കഴിയട്ടെ. നീ അവളെ ഇട്ട് മൂക്കുകൊണ്ട് ഇച്ഛ വരപ്പിക്കണത് കണ്ടിട്ട് പറയാം മണ്ടനാണോ അല്ലയോ ഒന്ന്. കേറ് കേറ്.
എനിക്കല്പം സംസാരിക്കണം. എനിക്കതിന് താല്പര്യമില്ല. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതിക്ക് പോലും തന്റെ മനസ്സിലുള്ളത് കോടതി അറിയിക്കാനുള്ള അവകാശവും സൗകര്യമുണ്ട്. നിന്റെ കാര്യത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ വിധം പോയാൽ വൈകാതെ നിനക്ക് ആ ഗതി വരും. അപ്പൊ കേൾക്കാൻ നിനക്ക് പറയാനുള്ളത്. ഇല്ല, എനിക്ക് പറയാനുള്ളത് കേൾക്കണം. മൃദുലയുടെ എന്റെയും കാര്യമല്ല, മായയുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. മായയുടെ എന്ത് കാര്യം? എല്ലാരും കൂടി എന്നെ തോപ്പിക്കാൻ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നല്ലേ. എന്നോടുള്ള വാശിക്ക് മായയെ കെട്ടി പകരം ചോദിക്കാനാവും അപ്പുവിന്റെയും എല്ലാവരുടെയും ഉള്ളിലിരിപ്പ്. മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് എല്ലാം മഞ്ഞ നിറത്തിലേ കാണാൻ പറ്റൂ. നിന്റെ പ്രവൃത്തി പോലെ തന്നെയാണ് നിന്റെ ചിന്തകളും. അതാ ഇങ്ങനെയൊക്കെ തോന്നിയത്. അല്ല, പള്ളിക്കൽ തറവാട്ടിലെ ഓരോ കൊച്ചു കുഞ്ഞിനെയും നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാ. ഇന്നും ഇന്നലെ അറിയാവുന്നല്ലോ എല്ലാരെയും. പള്ളിക്കൽ തറവാട്ടുകാർ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? നീയല്ലേ ചെയ്തത് മുഴുവൻ? ഞങ്ങളുടെ പെണ്ണിനെ കെട്ടി അതിന്റെ ജീവിതം തകർത്തു. ഞാൻ ആരുടെയും ജീവിതം തകർത്തിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ഒരാൾക്കും എന്നെ മനസ്സിലാക്കാനായില്ല. അതിന്റെ കുഴപ്പക്കാരൻ ഞാനല്ല. ഒരു ദിവസം എല്ലാവരും അറിയും ഞാൻ എത്രമാത്രം നിരപരാധിയായിരുന്നു എന്ന്. ഉവ്വ്, അതിന് കാക്ക മലർന്നു പറക്കണം. എനിക്ക് ധൃതിയുണ്ട്, പോണം. പൊയ്ക്കോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കാകെയുള്ള കൂടപ്പിറപ്പാ മായ. എന്നെ തോൽപ്പിക്കാൻ അവളുടെ ജീവിതം പന്താടിയാ. ദേ വേണു ആള് മാറും. അക്കാര്യം എല്ലാരും ഒന്ന് ഓർത്താ നല്ലത്. ആ നീയോ? വായിരിക്കെ. പീറ്ററെ, നീ വീട് വരെ ഒന്ന് പോണം. എന്താ കാര്യം? അമ്മയെ ചെന്ന് കാണണം. ഇത് അമ്മയെ ഏൽപ്പിക്കണം. എന്തിനാടാ ഇത്? എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഒരു കുറവും വരരുത്. തുക എഴുതിയിട്ടില്ല. എത്ര എല്ലാം നിന്റെ ഓരോ തോന്നലുകളാ. നീ കരുതും പോലെ ഒന്നും സംഭവിക്കില്ല. ഒരുപക്ഷെ എല്ലാം നല്ലതിനാവും. ആകണം. അത് തന്നെ എൻ്റെ ആഗ്രഹം. എങ്കിലും എൻ്റെ ആശങ്ക പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോവാ. നീ ഇപ്പൊ തന്നെ ഇത് അമ്മയെ കണ്ട് കൊടുക്കണം.